അതുകൊണ്ട് സ്തോത്രം. ഗലാത്യ ലേഖനത്തെ അടിസ്ഥാനമാക്കി തുടർന്നുള്ള ചില ദിവസങ്ങൾ കർത്താവിന് മടങ്ങിയവരെ വൈകുന്നെങ്കിൽ നമുക്ക് ദൈവവചനം ചിന്തിക്കാം എന്ന് എൻ്റെ മനസ്സിൽ ഒരു താല്പര്യം ദൈവാത്മാവ് തന്നു. സ്തോത്രം. നിങ്ങൾക്കത് സന്തോഷമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് പ്രയോജനകരമാകും. സന്തോഷം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, പ്രയോജനമാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്തോത്രം. അതുകൊണ്ട് ഗലാത്യ ലേഖനം പഠിക്കണമെന്ന് പലരും പുറത്തുള്ള മറ്റു പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ഗലാത്യ ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ, ചിന്തകൾ അല്ലെങ്കിൽ ദൈവവചന ധ്യാനം നമുക്ക് ഇന്നു മുതൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. എനിക്ക് ഒരു നിർദ്ദേശമോ അപേക്ഷയോ ഉണ്ട്. നിങ്ങൾ ദൈവവചന പഠനത്തെ ഗൗരവമായി എടുക്കണം. സ്കൂളിലെ പഠനത്തെക്കാൾ പ്രധാനമായ ഒരു പഠനമായിട്ട് നാം ദൈവവചനത്തെ പരിഗണിക്കേണ്ടതുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ നോട്ട് ബുക്കും ഒക്കെ സൂക്ഷിച്ച് അത് കരുതി നിങ്ങളതിലെ ചെറിയ കുറിപ്പുകൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകും. ഒരു പഠന ഹൃദയത്തോടും ഒരു ധ്യാന മനസ്സോടും കൂടി നമുക്ക് ഈ ദിവസങ്ങളിലെ വചന വിചിന്തനത്തിനായി നമുക്ക് മുതിരാം. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൗലോസ്ലീഹ എഴുതിയ ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എന്നാണ് പറയുന്നത്. സ്തോത്രം. ഗലാത്യ ലേഖനവും അദ്ദേഹം ആദ്യം എഴുതിയ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ലേഖനമാണ് ഗലാത്യ ലേഖനം. നമ്മൾ ഈ ലേഖനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചാൽ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് നാമധേയ പട്ടത്വ സഭകൾ, നാമധേയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്ക് ദേഷ്യം വരണ്ട, പട്ടത്വ സഭകൾ എന്ന് ഞാൻ പറഞ്ഞേക്കാം. പട്ടത്വ സഭകൾ ദൈവ വചനത്തോടൊപ്പമോ ദൈവവചനത്തെക്കാൾ കൂടുതലോ പാരമ്പര്യങ്ങൾക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണേ, സഭയുടെ കീഴ്വഴക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ നടപടികൾക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്തോത്രം. നമ്മള് പൗരാണികത്വത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ്. പൗരാണികത്വത്തിൽ നമുക്ക് ഭയങ്കര അഭിമാനം. ഞാൻ എത്ര വർഷം, നമുക്കറിയാമല്ലോ, ചില കമ്പനികളാണെങ്കിലും ചില കടകളൊക്കെ ആണെങ്കിലും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സോ ആൻഡ് സോ 100 കൊല്ലത്തിന് മുമ്പേ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് പൗരാണികത്വം അഭിമാനിക്കുന്നു. അപ്പോൾ ഈ പൗരാണികത്വത്തിൽ ഊറ്റം കൊള്ളുന്നത്, അതേ പൗരാണികത്വത്തിലായിരിക്കണം ഊറ്റം കൊള്ളേണ്ടത്. അല്ലാതെ 14-ാം നൂറ്റാണ്ട് വരെ രൂപ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള നടപടികളല്ല നമ്മൾ ഊറ്റം കൊള്ളേണ്ടത്. അതുകൊണ്ട് സ്തോത്രം, അതേ പാരമ്പര്യങ്ങളിൽ സ്തോത്രം ഊറ്റം കൊള്ളുന്ന സൗകര്യങ്ങളെ നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യത്തിലാണ് മടങ്ങിച്ചെല്ലേണ്ടത്. സ്തോത്രം. അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ വചനത്തെക്കാളോ വചനത്തിന് തത്തുല്യമായോ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ആദ്യമുണ്ടായത് സഭയാണെന്നും സഭയാണ് വചനം ഉണ്ടാക്കിയതെന്നും AD 33 അങ്ങനെ ചിന്തിക്കാം. AD 33 സഭയുണ്ടായെന്നും AD 100-ാം ആണ്ടോടുകൂടിയാണ് വചനം എഴുതി തീർന്നതെന്നും പറയുന്നു. അതുകൊണ്ട് ആദ്യമുണ്ടായ സഭ ഉണ്ടാക്കി കഴിഞ്ഞ ഏകദേശം 70 കൊല്ലം കഴിഞ്ഞാണ് വചനം തീർന്നത്, വചനം രൂപപ്പെട്ടത്. അതുകൊണ്ട് സഭയാണ് വചനം ഉണ്ടാക്കിയത്. കൊണ്ട് സഭയ്ക്ക് വചനത്തിന്മേൽ അധികാരമുണ്ട് എന്ന് അക്കൂട്ടർ വാദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വചനം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ട്രൂ കോപ്പിയാ. നമുക്കറിയാമല്ലോ. സ്തോത്രം. ദാനിയേൽ പ്രവാചകനോട് മാലാഖ പറയുമ്പോൾ സ്തോത്രം, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് ഗ്രഹിപ്പിച്ചു തരാമെന്നാ പറയുന്നത്. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണ്. അതാണ് തിരുവെഴുത്തിൽ പറയുന്നു, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തിന്റെ ഒരു ട്രൂ കോപ്പിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വചനം, സ്തോത്രം,
ആദിക്കും മുമ്പേ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പറയുന്നു ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ പദ്ധതി മുൻകൂട്ടി നിയമിക്കപ്പെട്ടതും അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും, സ്തോത്രം, അത് തക്ക സമയത്ത് വെളിപ്പെട്ടതുമാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഈ വചനം മാത്രമല്ല, സഭയുടെ ഉപദേശങ്ങൾ എല്ലാം തന്നെ പെന്തക്കോസ്ത് ദിവസം ആദ്യം പത്രോസ്ലീഹത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. 7 അടിസ്ഥാന ഉപദേശങ്ങളും പത്രോസ്ലീഹയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ്ലീഹ പ്രഖ്യാപിച്ചു. സ്തോത്രം. അത് എഴുതി വെക്കാൻ അല്പം വൈകി. അത് എഴുതി വെക്കാൻ വൈകിയതിന്റെ കാരണം, ഇവൻ സുവിശേഷങ്ങൾ പോലും പിന്നീടാണ് എഴുതിയത്. സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയത് മർക്കോസിന്റെ സുവിശേഷമാണ്. സുവിശേഷങ്ങൾ പോലും പിന്നീടാണ് എഴുതിയത്. മർക്കോസിന്റെ സുവിശേഷം പത്രോസ് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ പത്രോസിന്റെ നേതൃത്വത്തിലും ഗൈഡൻസിലും മർക്കോസ് എഴുതിയെന്നാണ്. പത്രോസാണ് അതിന്റെ രചയിതാവെന്നാണ്, മാനുഷിക നിലയിൽ ഉള്ള രചയിതാവെന്നാണ് പറയുന്നത്. അത് പെട്രൈൻ ഗോസ്പൽ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അപ്പൊ സുവിശേഷങ്ങൾ പോലും പിന്നീടാണ് എഴുതിയത്. പിൽക്കാലത്ത് എഴുതി. ഇപ്പം ലൂക്കോസ് പറയുന്നുണ്ട് സകലവും ശോധന കഴിച്ചിട്ട് താൻ എഴുതി എന്നാണ് ലൂക്കോസും പറയുന്നത്. അപ്പോൾ ഇത് എഴുതി വെക്കാൻ അല്പം വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് സ്ഥലമൊരുക്കാൻ പോയിരിക്കുക, ഇപ്പം വരും, എത്രയും വേഗം കർത്താവ് വരുമെന്ന്, കർത്താവോട് ചേർക്കപ്പെടാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പറഞ്ഞത്. ആ പ്രതീക്ഷയിൽ ഇവർ ജീവിച്ചിരുന്നത് കൊണ്ട് എഴുതി വെക്കാൻ ആവശ്യമുണ്ടെന്ന് അവരാരും കരുതിയില്ല. കാരണം അവരാരും മരണമല്ല പ്രതീക്ഷിച്ചത്, കർത്താവിനോടുകൂടി രൂപാന്തരം പ്രാപിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രതീക്ഷിച്ചിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് എഴുതി വെക്കാൻ ആവശ്യമുണ്ടെന്ന് അവർ കരുതിയില്ല. രണ്ടാമത്, എഴുതുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല. എഴുത്ത് സാമഗ്രികൾ വളരെ വിലപിടിപ്പുള്ളതും അവയുടെ ലഭ്യത വളരെ പരിമിതവുമായിരുന്നു. സ്തോത്രം. പിന്നെ മൂന്നാമത്, പരിശുദ്ധാത്മാവ് ഇതിലെല്ലാം നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഗ്രന്ഥം, അത് പരിശുദ്ധാത്മാവ് അത് എഴുതി വെക്കുന്നതിന് അല്പം കാലതാമസം അനുവദിച്ചത് എന്നുള്ളതിനേക്കാൾ വരുവാൻ ഇടയാക്കി തീർത്തതെന്ന് പറയുന്നതാണ് നല്ലത്. ഇടയാക്കി തീർത്തതിന് ഒരു പ്രധാന കാരണമുണ്ട്. സ്തോത്രം. അതായത് ദൈവവചനം കാലാതീതമാണ്. പ്രത്യേകിച്ച് ലേഖനങ്ങൾ അവ കാലാതീതമാണ്. കാലാതീതമെന്ന് പറഞ്ഞാൽ, ഇപ്പം ചില ആളുകൾ പറയും കാലത്തിനനുസരിച്ച് വചനത്തിന് മാറ്റം വരുത്തണമെന്ന്. അയ്യോ, ആരേത് പറഞ്ഞത്? കാലത്തിനനുസരിച്ച് വചനത്തിന് മാറ്റം വരുത്തണമെന്നോ? എനിക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞ ഇച്ചിരി വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് ഭാഷ പോലും കാലത്തിനനുസരിച്ചാണോ എന്ന് പറയുന്നവരെ ഞാൻ കാണാറുണ്ട്. എന്റെ പൊന്നു സൗരങ്ങൾ, ഈ കാലത്തിനനുസരിച്ച് അതെ, നമുക്കിത് മനസ്സിലാകാത്ത ഭാഷയാണോ? അവരൊക്കെ പറയുന്നത് പിള്ളേർക്ക് ആർക്കും മനസ്സിലാകത്തില്ല, വന്നാറേ പോയാറേ. എടേ, അതൊന്നും മനസ്സിലാകാതിരിക്കാൻ എന്നതാ? കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്താൽ പോരെ? ഞാനേ ഇംഗ്ലീഷ് സാഹിത്യവും ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രവും ഇംഗ്ലീഷ് സാഹിത്യവുമാണ് പഠിച്ചതും കുറെ നാൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത. അതിൽ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഷേക്സ്പിയർ എന്നൊക്കെ പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു. ഈ ഷേക്സ്പിയറുടെ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഫിലോസഫിക്കലാണ്, എന്ന തത്വശാസ്ത്രപരമാണ്. അവ ഇപ്പം ഷേക്സ്പിയറുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ ഭാഷയെന്നും എലിസബത്തൻ ലാംഗ്വേജ്, ആ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ആരും അതിനകത്ത് ഭാഷ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറില്ല. അത് പഠിക്കാൻ ആർക്കും ഭാഷ മാറ്റണമെന്ന് പറയില്ല. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ആധുനികമാണ് നമ്മുടെ മലയാള ഭാഷ, ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഷ. ഇത് മാറ്റണമെന്നൊക്കെ, അതൊക്കെ വെറും എന്താണ് പറയുന്നേ, ആവശ്യമില്ലാത്ത ഒരു ഒരു പ്രോജക്റ്റായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ ഈ ബൈബിൾ വളരെ 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 കൃത്യതയുള്ളതും ദൈവാത്മാ പ്രേരണയാൽ ഭക്തന്മാർ മറ്റൊരു താല്പര്യവുമില്ലാതെ വചനം
എല്ലാവരുടെയും കയ്യിൽ അവരവരുടെ ഭാഷയിലെത്തണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തോട് എഴുതിയതുമാണ്. അപ്പോൾ വചനങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെയും പുതിയ പുതിയ തർജ്ജമകൾ ഓരോരുത്തരുണ്ടാക്കുക. ചിലരൊക്കെ കച്ചവടത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുക, വേറെ ചിലര് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. വെൽ, അത് അവര് ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടാണ്, ഇവർ ചെയ്തോട്ടെ. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയുകയായിരുന്നു. വെൽ, അത് വേറൊരു വിഷയം, അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ വചനം കാലാതീതമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വചനം ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, കാലാതീതമാണ്. അപ്പോൾ 21 നൂറ്റാണ്ട് വരെയെങ്കിലും, കുറഞ്ഞത് 20 നൂറ്റാണ്ട് വരെയെങ്കിലും ഭൂമിയിൽ നിലനിൽക്കേണ്ട ദൈവസഭ മാറി വരുന്ന സാഹചര്യങ്ങളിൽ പുതിയ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മുന്നറിഞ്ഞ പരിശുദ്ധാത്മാവ്, പുതിയ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് മുന്നറിഞ്ഞ പരിശുദ്ധാത്മാവ് ഈ 20 നൂറ്റാണ്ടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ പ്രതിസന്ധികളും ദൈവസഭ അഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളും അവയ്ക്കുള്ള മറുപടി ദൈവവചന രേഖയായി നമുക്ക് ലഭിക്കേണ്ടതിന് സ്തോത്രം, ഓരോ സഭകളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കുകയും ആ സാഹചര്യങ്ങളെ വിശദീകരിച്ച് അവയ്ക്കുള്ള മറുപടിയായി അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതുവാൻ അവർക്ക് പ്രേരണ കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ലേഖനങ്ങൾ എഴുതിയത് ഓരോരോ സഭകളിൽ ഓരോരോ കാലഘട്ടത്തിൽ തലയെടുത്തു വന്ന ദുരുപദേശങ്ങളും ജീവിത പെശകുകളും തെറ്റായ ധാരണകളും അങ്ങനെയുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പല ലേഖനങ്ങളും എഴുതിയത്. ആ പല ലേഖനങ്ങളും അങ്ങനെ എഴുതാൻ കാരണം 20 നൂറ്റാണ്ട് വരെ നിലനിൽക്കേണ്ട ദൈവസഭയിൽ ഈ 20 നൂറ്റാണ്ടിനിടയിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ള ദുരുപദേശങ്ങൾക്കും തെറ്റായ പ്രവണതകൾക്കും പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യമായ വെല്ലുവിളികൾക്കും ഉള്ള ഉത്തരം ദൈവവചനത്തിൽ ലഭിക്കാൻ ഇടയാകത്തക്കതുപോലെ അവയെ മുൻകണ്ടിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തന്നെ ഉളവാകുവാൻ ഇടയാക്കി അതിനുള്ള മറുപടിയായി അപ്പോസ്തലന്മാരെ പ്രേരിപ്പിച്ച് അങ്ങനെ എഴുതി. അതുകൊണ്ടാണ് ആ സാഹചര്യങ്ങൾ അതാത് സഭകളിൽ രൂപപ്പെടുവാനും ആ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉത്തരം അത് വചനരേഖയായി നമുക്ക് ലഭിക്കുവാനും ഇടയാകത്തക്ക ഒരു സാഹചര്യം ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അത് രേഖയാകുവാൻ ഏതാണ്ട് 70ഓളം വർഷം കാലതാമസം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർത്തത്. സ്തോത്രം. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിലാണെങ്കിലും അന്ന് തലയെടുത്തു വന്ന ചില ദുരുപദേശങ്ങളെ തിരുത്തിക്കൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് സത്യവചനത്തിന്റെ സ്തോത്രം വെളിപ്പാടുകൾ എഴുതുന്നതിന് പൗലോസ് മുതിരുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സ്തോത്രം. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിലുള്ള ഏറ്റവും പ്രധാന ദുരുപദേശങ്ങൾ കടന്നു വന്നത് പഴയ നിയമ തിരുവെഴുത്തുകളിൽ ഉപദേശിച്ചിരുന്നതും ഇസ്രായേല്യർ യഹൂദന്മാർ ആചരിച്ചു പോന്നിരുന്നതുമായ ചില ക്രമങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായ ദുരുപദേശങ്ങൾ ഉണ്ടായത്. സ്തോത്രം. കാരണം സത്യദൈവവുമായുള്ള ബന്ധം തങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും സത്യദൈവം അവരുടെ കുത്തകയാണെന്നുമുള്ള നിലയിലാണ് ഇസ്രായേല്യർ പെരുമാറിയത്. സത്യദൈവത്തിൽ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന ഒരു മനോനിലയിലായിരുന്നു ഇസ്രായേലിൽ പെരുമാറിയത്. മശിഹ, പഴയ നിയമത്തിൽ വെളിച്ചത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ അവരുടേതാണെന്നും മറ്റാർക്കും മറ്റൊരു ജനസമൂഹത്തിനും ആ മശിഹായിൽ അവകാശമില്ലെന്നും ആരെങ്കിലും ആ മശിഹായിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യരക്ഷയെ, ആത്മരക്ഷയെ, പാപരിഹാരത്തെ
അനുഭവമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അവർ യഹൂദനാകണം. യഹൂദനായ ശേഷം മാത്രമേ അവർക്ക് മശിഹായിൽ അവകാശം പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നും പഠിപ്പിക്കുന്നതായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ പ്രചരിപ്പിക്കുവാൻ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ക്രിസ്ത്യാനികളും വിശ്വാസികളും ചെയ്തത്. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത പ്രധാന ദുരുപദേശങ്ങളിൽ ഒന്ന്. അത് മാത്രമായിരുന്നില്ല, മറ്റു പല ദുരുപദേശം ഉണ്ടായിരുന്നു. നോസ്റ്റിസിസം, മറ്റു പലതും ഉണ്ടായിരുന്നു. അതിൽ ആ ദുരുപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രധാനമായും ഗലാത്യ ലേഖനം പൗലോസ്ലീഹ പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതിയത്. ആട്ടെ, നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ സ്തോത്രം, ഈ പൗലോസ് തന്നെ പ്രവർത്തിച്ച് സ്ഥാപിച്ച സഭകളായിരുന്നു ഗലാത്യ എന്ന് പറയുന്ന ദേശത്തുള്ള. ഈ ഗലാത്യ എന്ന് പറയുന്ന ദേശം പൗലോസ് തന്നെ എഴുതുന്നുണ്ടല്ലോ, ഗലാത്യയിലെ സഭകൾക്ക് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അത് ഒരു സഭയ്ക്കല്ല. ആ ഗലാത്യ എന്ന് പറയുന്ന പ്രവിശ്യയിൽ, ആ പ്രദേശത്ത് പല സഭകളുണ്ടായിരുന്നു. ആ സഭകൾക്ക് പൊതുവായി എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. അത് നമുക്കും കൂടെ ഉള്ളതാണ്. ഗലാത്യ ലേഖനം നമുക്കും കൂടെ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ദൈവവചന വെളിപ്പാടാണ്. സ്തോത്രം. ഇനി ഈ ഗലാത്യ എന്ന് പറയുന്ന അത് ബൈബിളിൽ അന്ന്, ബൈബിളിന്റെ ആ കാലഘട്ടത്തിൽ ഈ ഗലാത്യ എന്ന് പറയുന്ന ആ പ്രദേശത്ത് പ്രധാനമായും 4 പട്ടണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 4 പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചത് പൗലോസാണ്. 4 പട്ടണങ്ങൾ. ഇന്നത്തെ ഭൂമിശാസ്ത്രം എടുത്തു നോക്കിയാൽ ഈ ഗലാത്യ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് യൂറേഷ്യ എന്ന് പറയാം. ഏഷ്യ മൈനറിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഏഷ്യ മൈനറിന്റെ ഭാഗം, അല്ലെങ്കിൽ ഇന്നത്തെ ഈസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗമാണ്, കിഴക്കൻ യൂറോപ്പിന്റെ ഭാഗമാണ് ഈ ഗലാത്യ എന്ന് പറയുന്ന പ്രദേശം. അവിടെ പ്രധാനമായിട്ടും 4 പട്ടണങ്ങളാണ് പൗലോസ് ഈ ഭാഗത്ത് സുവിശേഷം അറിയിച്ചത്. ഒന്ന് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ. 2 അന്ത്യോക്യ ഉണ്ട്, അത് കേട്ടോ. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ. ഒന്നാമത്തത് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ. രണ്ടാമത്തത് ഇക്കോന്യ. മൂന്നാമത്തെ പട്ടണം ലുസ്ത്ര. 4-ാമത്തെ പട്ടണം ദർബ. ഈ 4 പട്ടണങ്ങളാണ് ഗലാത്യ പ്രദേശങ്ങളിൽ പ്രധാനമായി ഉണ്ടായിരുന്നതും പൗലോസ് പ്രധാനമായി സുവിശേഷം പ്രസംഗിച്ചതും സഭകൾ സ്ഥാപിച്ചതും ഈ 4 പട്ടണങ്ങളിലായിരുന്നു. ഈ പ്രദേശത്ത് പൗലോസ് സുവിശേഷം അറിയിച്ച തന്റെ 1-ാമത്തെ മിഷണറി യാത്രയിലായിരുന്നു. 1-ാമത്തെ മിഷണറി യാത്ര. പൗലോസിന്റെ സുവിശേഷീകരണ യജ്ഞം എന്ന് പറയുന്നത്, സുവിശേഷീകരണ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 വർഷത്തിനകത്ത് ഒതുങ്ങുന്നതായിരുന്നു. പൗലോസിന്റെ സുവിശേഷീകരണ യജ്ഞം, സുവിശേഷീകരണ ശുശ്രൂഷ. അതിൽ 3 മിഷണറി യാത്രകൾ ചെയ്തിരുന്നു, നമുക്കറിയാമല്ലോ. അതിൽ 1-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ ഗലാത്യ പ്രദേശത്ത് വന്ന് അവിടെയുള്ള ഈ 4 പട്ടണങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ഈ 4 പട്ടണങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തത്. ആ പട്ടണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ. ഈ 4 പട്ടണങ്ങൾ. ഈ 4 പട്ടണങ്ങളിൽ പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിന്റെ ചരിത്രരേഖ പ്രവൃത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 13-ഉം 14-ഉം അധ്യായങ്ങളിൽ അതിന്റെ രേഖ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, അതിന്റെ 13-ാമത്തെ അധ്യായത്തിലാണ് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ ഇങ്ങനെയുള്ള അവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്കായി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് അരുളപ്പാട് നൽകുകയും അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ 2 പേരെ കൈവച്ച് വേലയ്ക്കായി നിയമിച്ച് അയക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ചെന്നത് 13-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ, അതിന്റെ 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃത്തിയായിട്ടുണ്ടായിരുന്നു.
മതിയല്ലോ. താങ്ക് യു. ഇനി യോഹന്നാൻ അപ്പോ അവർക്ക് അപ്പോ ഗലാത്യയിലെത്തിയില്ല. ഗലാത്യയിൽ അവർ സുവിശേഷം പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ മീൻസ് പ്രവർത്തന പുസ്തകം 14-ാം അധ്യായം 20-21 വായിക്കുമ്പോൾ ഈ 4 പട്ടണങ്ങളെ കുറിച്ച് അവിടെ പരാമർശിച്ചൊന്ന് വായിച്ചാണ്. 14-20-21. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്ന് മതി. താങ്ക് യു. ഇതാ 4 പട്ടണങ്ങൾ കണ്ടോ. ദർബ, അടുത്തത് അന്ത്യോക്യ, അടുത്തത് ലുസ്ത്ര, അടുത്തത് ഇക്കോന്യ. ഈ 4 പട്ടണങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ ഗലാത്യ എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഈ 4 പട്ടണങ്ങളിലാണ് പൗലോസ് പ്രധാനമായും സുവിശേഷം പ്രസംഗിച്ചത്. ഈ 4 പട്ടണങ്ങളിൽ രൂപപ്പെട്ട സഭകൾക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ് ഗലാത്യർ. ഇന്ന് സമയം പോയി. സ്തോത്രം. കർത്താവ് വെച്ചാൽ ഞാൻ നാളെ നമുക്ക് അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ലേഖനം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അല്പം പശ്ചാത്തലം ഞാൻ ഇന്ന് പറഞ്ഞത്. സ്തോത്രം. പൗലോസിന്റെ ഏകദേശം 30 വർഷത്തെ സുവിശേഷീകരണ യജ്ഞത്തിൽ സ്തോത്രം 1-ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭകളാണ് ഗലാത്യ പ്രദേശത്തുണ്ടായിരുന്നത്. അവിടെ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്നപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. അത് നമുക്കും ഈ കാലഘട്ടത്തിൽ സ്തോത്രം അതിലെ ഉപദേശങ്ങൾ വളരെ ആത്മീയ വർധനമെത്തുന്നതും ദുരുപദേശങ്ങൾ ഒഴിഞ്ഞിരിക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നതുമാകിയാൽ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇരിപ്പിൽ വായിക്കാം. കുറച്ച് സമയം ഞാൻ ഇന്നത് വായിച്ചു. എത്ര സമയം എടുത്തു ഞാൻ ഒന്നുകൂടെ നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മറന്നുപോയി. ഗലാത്യ ലേഖനം നിങ്ങൾ ഒന്ന് വായിക്കണം. ഗലാത്യ ലേഖനം വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് തീരെ മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറിച്ചു വെച്ചിട്ട് അത് നമുക്ക് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യാം, ചിന്തിക്കാം. സ്തോത്രം. ഗലാത്യ ലേഖനം പൗലോസിന്റെ ആദ്യത്തെ ലേഖനങ്ങളിൽ ഒന്നാണ്. ആദ്യം എഴുതിയ ലേഖനം തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. എന്നാൽ തന്റെ ശുശ്രൂഷ ആദ്യ ഘട്ടത്തിൽ എഴുതിയ ലേഖനമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. നമുക്കറിയാമല്ലോ ഗലാത്യ എന്ന് പറയുന്ന ആ പ്രദേശം എന്ന് പറയും. ഗലാത്യ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് പ്രധാനമായും 4 പട്ടണങ്ങൾ ഉൾപ്പെട്ടിരുന്നതാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു. പിസിദേശത്തിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ എന്നീ ഇങ്ങനെ 4 പട്ടണങ്ങൾ ഉൾപ്പെട്ടിരുന്ന ആ പ്രദേശമാണ് ഗലാത്യ എന്ന് പറയുന്നത്. ഇന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗമാണ്, ആ ഭാഗത്തെയാണ് ഗലാത്യ എന്ന് പറയുന്നത്. ഇനി ഗലാത്യയിലുള്ള സഭകൾക്ക് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒന്നിലധികം സഭകളെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസ്ലീഹ ആ പ്രദേശങ്ങളിൽ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് പ്രവർത്തന പുസ്തകം 13-ഉം 14-ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. ഈ ആ ഭാഗങ്ങൾ നമ്മൾ ചില വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചത്. സ്തോത്രം. ഈ ലേഖനം AD 48-49 ഘട്ടത്തിൽ എഴുതിയെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. സ്തോത്രം. അതിന്റെ ആ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ, അതിന്റെ ആ രചനാ രീതിയും അതിനകത്തെ മറ്റ് പരാമർശങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ഒരു നിഗമനത്തിൽ എത്തുവാനായിട്ട് കഴിയും. സ്തോത്രം. 1-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ പ്രദേശങ്ങൾ സുവിശേഷീകരിക്കുകയും അവിടെ സഭകൾ സ്ഥാപിതമാകുകയും ചെയ്യുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. നമുക്കിനി അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മളൊന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. 2 വാക്യം കൂടെ വായിച്ചു. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി
കാത്തു സൂക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, കേൾക്കാമല്ലോ എല്ലാവർക്കും. പ്രിയ ദൈവമക്കളെ, ഇത് എഴുതിയ സാഹചര്യം എന്താണെന്നുള്ളത് അറിയാനായിട്ടാണ് ആ 2 വാക്യം കൂടെ വായിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത്. ഇവിടെ ഗലാത്യ ഞാൻ പറഞ്ഞല്ലോ, ആ പ്രദേശത്ത് ഉള്ള സഭകൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു പ്രദേശത്ത് സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നിപ്പോൾ മെഗാ ചർച്ച്, ഭീമൻ സഭകൾ എന്ന ഒരാശയം എവിടുന്നൊക്കെയോ ആളുകളെ മനസ്സിൽ കയറിയിട്ടുണ്ട്. കൂടുതൽ വലിയ വലിയ സഭകളാകുന്നതാണ് കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം എന്ന് പൊതുവെ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് അങ്ങനെയല്ല സഭാ സംവിധാനത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. സഭാ സംവിധാനത്തിൽ ഒരു ഇടയന്റെ ചുമതലയിൽ, ഒരു ഇടയന്റെ ഉത്തരവാദിത്വത്തിൽ, മൂപ്പന്മാരുടെ സഹകരണത്തോടും സഹായത്തോടും കൂടെ പരിപാലിക്കപ്പെടുന്ന ആത്മീക സമൂഹമായിട്ടാണ് ഒരു ലോക്കൽ ചർച്ചിനെ വിശുദ്ധ തിരുവെഴുത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത്. മീൻസ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വിവരം പറയാം. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഈ പട്ടത്വ സഭകളിൽ പോലും പണ്ട് മുതലേ പറഞ്ഞു വന്നിരുന്ന ഒരു വാക്കാണ് ഇടവക എന്ന്. ഇടവക എന്ന വാക്കിന്റെ എറ്റിമോളജിക്കൽ ഡെറിവേഷൻ, അതിന്റെ ആ വാക്ക് ഭാഷാശാസ്ത്ര പ്രകാരം വിശകലനം ചെയ്യുമ്പോൾ ഇടയന്റെ വകയിൽ ഏൽപ്പിക്കപ്പെട്ടത് എന്നാണ്. അതാണ് ഇടവക എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ, ഇടയൻ എന്ന് പറഞ്ഞ പാസ്റ്റർ, ഒരു പാസ്റ്ററുടെ ചുമതലയിൽ പരിപാലിക്കപ്പെടുന്ന ആത്മീയ ശുശ്രൂഷ അനുഭവിക്കുന്ന ഒരു കൂട്ടം എന്ന ആ അർത്ഥത്തിലാണ് ഇടവക എന്ന പ്രയോഗം തന്നെ നമ്മുടെ ഇടയിലുള്ളത്. ആ പ്രയോഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ മലയാളത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സഭകൾ, ഗലാത്യയിലുള്ള സഭകൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ സഭയല്ല ഒരു സ്ഥലത്ത്, പിന്നെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ എന്ന് വിചാരിച്ച് തീരെ കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ഉത്തരവാദിത്വവും അതിൽ സമർപ്പണവും ദൈവകൃപയും പക്വതയും അതിലുള്ള ശേഷിയുമുള്ള ഒരു ശുശ്രൂഷകന് വ്യക്തിപരമായ കരുതൽ കൊടുത്ത് വ്യക്തിപരമായി പരിപാലിക്കുവാൻ കഴിയുന്ന അത്രത്തോളം അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സമൂഹം, അതാണ് ഒരു ലോക്കൽ ചർച്ചിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 200 പേരെ 250 പേരെ വരെ മൂപ്പന്മാർ, ഞാൻ പറഞ്ഞില്ല, ശുശ്രൂഷകന്മാരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടെ ഒരുവന് പരിപാലിക്കുവാനായിട്ട് കഴിയും. ഏതാണ്ട് അത്രയും പേരൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുവന് വ്യക്തിപരമായി കരുതൽ കൊടുക്കുവാൻ കഴിയാത്ത അത്രത്തോളം ഒരു കൂടിവരവ് അംഗസംഖ്യയിൽ വളർന്നാൽ, കഴിയാത്ത വിധം വളർന്ന സന്തോഷത്തോടെ ഒരു സഹോദരീ സഭ തുടങ്ങുക എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗലാത്യയിലെ സഭകൾ എന്ന് പറയുമ്പോൾ തന്നെ മീൻസ് ഒരു ലോക്കൽ ചർച്ചിന്റെ ഘടനയും ഒരു പ്രദേശത്തുള്ള സഭകൾ പരസ്പരമുള്ള ബന്ധവും അവിടെ പരാമർശിക്കപ്പെടുന്നു. ഇവിടെ ഒരു പ്രദേശത്ത് ഉപദേശ ഐക്യമുള്ള സഭകൾ പരസ്പരം നിർബന്ധമായും കൂട്ടായ്മയുടെ ആ അനുഭവം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒരു പ്രദേശത്ത് ഉള്ള ലോക്കൽ സഭകൾ പരസ്പരം ബന്ധമുള്ളവയായിരിക്കണം. പ്രത്യേകിച്ച് ആത്മിക വിഷയങ്ങളിൽ അവർക്ക് പരസ്പരം കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണം. സ്തോത്രം. അത് അപ്പോഴാണ് സഭകൾക്ക് ഒരുമിച്ച്, അപ്പൊ ഒരു ഉപദേശമാണ് ഒരു പ്രദേശത്തുള്ള സഭകൾക്ക്. ഉപദേശത്തൊന്നല്ല, ലോകമെമ്പാടുള്ള സഭകൾക്ക് എല്ലാം ഉണ്ടായിരിക്കേണ്ടത് ഒരു ഉപദേശമാണ്. അപ്പൊ ഒരു ലേഖനം സഭകൾക്ക് എഴുതുമ്പോൾ ആ സഭകൾക്കെല്ലാം ഈ ഒരു പ്രബോധനവും ഒരു ഉപദേശവും ലഭിക്കുന്നു എന്നുള്ളത് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഇനി ഈ ലേഖനം എഴുതിയ സാഹചര്യമാണ് നമ്മൾ ഒടുവിൽ വായിച്ച 2 വാക്യത്തിൽ കാണുന്നത്. പൗലോസ് ശ്ലീഹ ആ പ്രദേശത്ത് പോയി സുവിശേഷം അറിയിക്കുകയും
സ്തോത്രം. സഭകൾ രൂപപ്പെടുകയും ചെയ്ത് ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് പോയപ്പോൾ ദർബയിൽ നിന്ന് അവർ ദർബയിൽ നിന്ന് തിരികെ അവര് ഇക്കോന്യ, മീൻസ് പിസിദ്ധ്യ ദേശത്തിലെ അന്ത്യോക്യ, ഈ സഭകളിലേക്ക് മടങ്ങിച്ചെന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഉത്സാഹിച്ചത് നമ്മൾ ഇന്നലെ വാക്യം വായിച്ച് കേട്ടതായിരുന്നു. പ്രവർത്തന പുസ്തകം അതിന്റെ 13-14 അധ്യായങ്ങൾ നമുക്ക് ആ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 20-21 വാക്യം, പ്രവർത്തന പുസ്തകം 14-20-21 ഒന്നുകൊണ്ട് വായിച്ചാട്ടെ. പ്രവൃത്തി 14-20. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. കണ്ടോ, ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. സ്തോത്രം. അപ്പോൾ ഈ ലുസ്ത്ര എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചാണ് ഭയങ്കര കഷ്ടമുണ്ടായി, ഭയങ്കര ആക്രമണം ഉണ്ടായി, ഭയങ്കര പീഡനമുണ്ടായി, അടിച്ച് അങ്ങ് അവശനാക്കി, ചത്തുപോയെന്ന് വിചാരിച്ച് മൃതശരീരം എന്ന പോലെ വലിച്ചഴച്ചുകൊണ്ട് ചണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കളഞ്ഞു. ചണ്ടിയിൽ കൊണ്ടുവന്നിട്ടു. ഓർത്തു നോക്കണം, അത്രമാത്രം വളരെ കഷ്ടം അനുഭവിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗത്ത് നമുക്കത് കാണാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗത്തോട്ടല്ലോ, ഈ ചണ്ടിയിലോട്ട് വലിച്ചഴച്ച് കളഞ്ഞു. അതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ 14-19 നമ്മൾ കാണുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ വായിച്ച, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും വായിച്ചോളൂ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. കണ്ടോ, പട്ടണത്തിന് പുറത്തേക്ക് ചണ്ടിയുടെ നടത്തേക്ക് വലിച്ചഴച്ചുകൊണ്ട് നിട്ടു. പക്ഷേ സ്തോത്രം, മറ്റ് കൂട്ടുവിശ്വാസികൾ, ശിഷ്യന്മാർ ചുറ്റി നിന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു കാണും. അവര് ചുറ്റി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ എഴുന്നേറ്റു. ഈ സമയത്താണ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്ന അനുഭവം ഉണ്ടായതെന്ന്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പരദീസയോളം എടുക്കപ്പെട്ടു. സ്തോത്രം. ശരിക്കും മരിച്ചു എന്ന് വിചാരിച്ച് ഇഴച്ചു കളഞ്ഞ ശിഷ്യന്മാർ ചുറ്റി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാണൻ മടങ്ങി വന്നു. സ്തോത്രം. ആ സമയത്താണ് പൗലോസിന് ആ വലിയ സ്വർഗീയ ദർശനം ഉണ്ടായത്. സ്തോത്രം. അങ്ങനെ ലുസ്ത്രയിൽ വെച്ച് ഭയങ്കര പീഡാനുഭവം ഉണ്ടായി. എന്നിട്ട് ലുസ്ത്രയിൽ നിന്ന് ദർബയിലേക്ക് പോയി. ബർന്നബാസിനെയും കൂട്ടി ദർബയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. അത് എന്നിട്ട് വിചാരിച്ചു തിരിച്ചു എന്ന് നമ്മൾ സ്ഥാപിച്ച സഭകളൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് തിരികെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര എന്നീ പട്ടണങ്ങളിലേക്ക് തിരികെ വന്ന് വിശ്വാസത്തിൽ നിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം കടക്കണമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ച് പൗലോസ്, സ്തോത്രം, ആ 1-ാമത്തെ മിഷണറി യാത്രയുടെ ആ ഭാഗത്തെ പ്രവർത്തനങ്ങൾ ഉപസംഹരിച്ചു മടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, സ്തോത്രം, അതോടുകൂടെ തന്നെ വളരെ പൗലോസിന്റെ ആ സാന്നിധ്യം ആ ഭാഗത്തുനിന്ന് പൂർണ്ണമായും പിൻവലിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ചില സംഭവ വികാസം ഇവിടെ ഉണ്ടായതായി. പ്രവൃത്തി 15-ാമത്തെ അതിന് ആദ്യത്തെ വാക്യം വായിച്ചാണ്. പ്രവൃത്തി 15-ന്റെ ആദ്യത്തെ വാക്യം. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിശോധന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. മതി. താങ്ക് യു. സ്തോത്രം. നോക്കണേ, അങ്ങനെ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരവിടെ വന്നു. ഈ 4 പട്ടണങ്ങൾ പ്രധാനമായിട്ട് സഭകളുണ്ട്. അപ്പൊ ഒരു പട്ടണത്തിൽ പൗലോസ് മറ്റു പട്ടണത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ഈ പട്ടണത്തിൽ വന്ന് തെറ്റായ ഉപദേശം പഠിപ്പിക്കുക. ഇങ്ങനെ എന്താ പഠിപ്പിക്കുന്നത്? യഹൂദിയിൽ നിന്ന് ആളുകൾ വന്നു. പരിച്ഛേദനയേറ്റ് ആദ്യം യഹൂദനാകണം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മശിഹായിലെ അവകാശം ഉണ്ടാകണമെങ്കിൽ ആദ്യം യഹൂദനാകണം. യഹൂദന്റെ കുത്തകയാണ്. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ, സ്തോത്രം, ആ തെറ്റായ ഉപദേശത്തെ തിരുത്തിക്കൊണ്ട് എഴുതിയ ലേഖനമാണ് ഈ ഗലാത്യ ലേഖനം. ഈ ഗലാത്യ ലേഖനത്തിൽ പ്രധാനമായിട്ടും 2 ആശയങ്ങൾ ഊന്നൽ കൊടുത്ത് പറയുന്നു. 1-ാമത്തെ ആശയം,
പൗലോസിന്റെ അപ്പസ്തോലത്വമാണ്. അത് തുടക്കം മുതലേ പറയുന്നുണ്ട്. പൗലോസിന്റെ അപ്പസ്തോലത്വം. 2, സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത. ഈ 2 കാര്യങ്ങൾ, സുവിശേഷത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് തന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, നമ്മൾ വായിച്ച ആദ്യ വാക്യങ്ങളിൽ തന്നെ മനുഷ്യരിൽ നിന്നല്ല തുടങ്ങുന്നത്. അങ്ങനെ തന്നെയാ, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായത്. അങ്ങനെ ഞാൻ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യർ. അപ്പോൾ തന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ചില ചിന്തിക്കാൻ സാധിക്കും, പൗലോസ് താൻ ദൈവത്തിൽ നേരിട്ട് അപ്പസ്തോലത്വ പദവി പ്രാപിച്ചവനാണെന്നൊക്കെ ഇച്ചിരി അഭിമാനത്തോടെ, അല്ല ഇച്ചിരി അഹങ്കാരം ആ വാക്കിൽ ധ്വനിക്കുന്നില്ലേ എന്ന് വിമർശിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, അത് ആത്മവിശ്വാസത്തിന്റെ ഉറപ്പുള്ള വാക്കുകളാണ്, അല്ലാതെ അഹങ്കാരത്തിന്റെ വാക്കുകളല്ല. ആത്മവിശ്വാസത്തിന്റെ ഉറപ്പുള്ള വാക്കുകളാണ് പൗലോസിന്റെ പേനായിൽ നിന്ന് ഇവിടെ വരുന്നത്. നോക്കണേ, സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മനുഷ്യരിൽ നിന്നല്ല. അത് പറയാൻ കാരണമുണ്ട്. കാരണം ഈ മറ്റ് ദുരുപദേഷ്ടാക്കന്മാർ വന്ന് പഠിപ്പിക്കുമ്പോൾ അവര് പറയുന്നത് ഈ പൗലോസ് അപ്പോസ്തലനാണ്, അവൻ സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവനല്ലേ, അവനെ ആരാ ഈ അപ്പോസ്തലനാക്കിയത്? പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ നിഷേധിക്കുകയും പൗലോസിനെ ധിക്കരിക്കുകയും പൗലോസിന്റെ ശുശ്രൂഷയെ 2ാം കിടയിൽ എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്തത് കൊണ്ടാണ് പൗലോസ് തന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടും ഉറപ്പോടും പറയുന്നത്. അത് പറയുന്നത് തന്റെ പദവിയെ ഒന്നും കൂടി ഉറപ്പിക്കാൻ എന്നുള്ളതിനേക്കാൾ താൻ പറയുന്ന സുവിശേഷ സത്യത്തിന്റെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാനൊരു സംഭവമാണെന്ന് പറയാനല്ല, ഞാൻ പറയുന്ന കാര്യം ഒരു സംഭവമാണ്, ഞാൻ പറയുന്നത് സുവിശേഷം ഒരു സംഭവമാണെന്ന് പറയാനാണ്. സ്തോത്രം. കാരണം ഈ സുവിശേഷം പറയുന്നവരെ അംഗീകരിക്കുവാൻ കഴിയാതെ പോയാൽ പറയപ്പെടുന്ന സുവിശേഷം അംഗീകാരയോഗ്യമല്ലാതെ പോയത് വരും. സ്തോത്രം. അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ആൾ 2:16 അപ്പോൾ എന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ സുവിശേഷകന് സുവിശേഷത്തിൽ ഒരു പങ്കുണ്ട്. സുവിശേഷത്തിൽ ഒരു പങ്കുണ്ട്. സ്തോത്രം. എന്റെ സുവിശേഷം എന്താ പറയുന്നത്? അത് ഇപ്പോഴത്തെ ചില കച്ചവടത്തിന് വേണ്ടി ബിസിനസ് ലാക്കോടുകൂടി ഈ സ്വതന്ത്ര പരിഭാഷകൾ പോലെ ഉണ്ടാക്കിയ ചില ആളുകൾ ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങളിൽ, പരിഭാഷകളിൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും എന്നൊക്കെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മൂലകൃതിയിൽ എന്റെ സുവിശേഷം എന്ന് തന്നെയാണ്, അല്ല ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്നല്ല. ഞാൻ പ്രസംഗിക്കുന്ന എന്ന് പറയുമ്പോഴേക്കും ആ സുവിശേഷകന് അതിൽ നിന്ന് ഇച്ചിരി ഒരു അകൽച്ച വരും. എന്നാൽ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, സുവിശേഷകൻ സ്തോത്രം അതിനോട് ഇഴുകിച്ചേർന്ന ഒരവസ്ഥ എന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവിടെ ഉൾക്കൊള്ളുകയാണ്. നമുക്കറിയാം, കാരണം കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ സാക്ഷികൾ ആയിത്തീരുക എന്ന നിയോഗത്തോടുകൂടിയാണ് പറയുന്നത്. സാക്ഷി പറയാനല്ല പറയുന്നത്, സാക്ഷി ആയിത്തീരുക എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷി ആയിത്തീരുക എന്ന് പറയുന്നത് സാക്ഷിക്ക് ആ പറയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പങ്കുണ്ട്. സ്തോത്രം. മാറി നിന്നുകൊണ്ട് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് പറയുന്നതല്ല, പിന്നെയോ അതിനകത്ത് തന്നെ ഒരു പങ്കാളിയായിട്ട് തന്റെ അനുഭവത്തോടുകൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നതാണ് എന്റെ സുവിശേഷം. ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷി പറയുന്നു, ഞാൻ സാക്ഷിയാണ്, ഞാൻ അനുഭവിച്ചു, എന്റെ സുവിശേഷം എന്ന് പറയുന്നു. സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ അത് പറയപ്പെടുന്ന സുവിശേഷത്തിന്റെ ആധികാരികതയെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നവന്റെ ആധികാരികത, പറയപ്പെടുന്ന സന്ദേശത്തിന്റെ ആധികാരികതയെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്
പറയുന്നവൻ ആധികാരികതയുള്ളവനാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഞാനൊരു സംഭവമാണെന്ന് പറയാനല്ല, ഞാന് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുകയല്ല. അതെ, ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നല്ലേ ഞാൻ നേരിട്ട് പ്രാപിച്ച അഹങ്കാരത്തിന്റെ വാക്കുകളല്ല, ആത്മവിശ്വാസത്തിന്റെ ഉറപ്പുള്ള വാക്കുകളാണ്. സ്തോത്രം. ചിലപ്പോഴൊക്കെ സ്തോത്രം നമുക്കും സുവിശേഷം പറയുമ്പോൾ ചിലപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ അതിന്റെ പിന്നിലുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. ചിലപ്പോൾ ചില ആളുകള് വലിയ വിനയോന്വിതനായിട്ടൊക്കെ ഒന്നുയോ പാവപ്പെട്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമാണ്, അങ്ങനെ പറയുമ്പോൾ അത് ഏത് ഉദ്ദേശത്തോടുകൂടി, അയ്യോ അങ്ങനൊക്കെ പറഞ്ഞില്ലയോ അവൻ എന്തോ ഒരു താഴ്മയുള്ളവനാ എന്ന് മറ്റുള്ളവരെല്ലാവരും അവനെ താഴ്മയുള്ളവനായി അംഗീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണേ, ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറയുന്ന വാക്കുകൾ മീൻസ് അതിന്റെ ഉദ്ദേശ്യം എന്താണ്, എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നോക്കും. നമ്മുടെ പൗലോസ് ഇവിടെ തന്റെ അപ്പസ്തോലത്വത്തിന്റെ ആധികാരികതയെ ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ അത് അഹങ്കാരമാണ് എന്ന് പറയണ്ട, അത് പറയുന്ന സന്ദേശത്തിന്റെ ആധികാരികത ഒന്നുകൂടി ഉറപ്പിക്കപ്പെടുന്നതിനാണ് തന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. സ്തോത്രം. നേരം പോയോണ്ട് എനിക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാൻ നേരമില്ലല്ലോ. ഇവിടെ എനിക്കൊരു പ്രബോധനങ്ങൾ ഓർപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മള് സുവിശേഷം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതാനുഭവത്തിന്റെ ഒരു പങ്കുവയ്ക്കലായിരിക്കണം. സ്തോത്രം. എ ഷെയറിങ് ഓഫ് ലൈഫ് എക്സ്പീരിയൻസ്, അതാണ് സുവിശേഷം. നമ്മുടെ ജീവിതാനുഭവത്തിന്റെ പങ്കുവയ്ക്കൽ. ഐ ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു. ഞാൻ എന്റെ ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സ്തോത്രം. സുവിശേഷകന് സുവിശേഷത്തിൽ ഒരു പങ്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറയുന്നവർ സുവിശേഷത്തിന് യോഗ്യമായ ജീവിതമുള്ളവരായിരിക്കും. സ്തോത്രം. സ്തോത്രം. നമ്മൾ പൗലോസ് പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ, സ്തോത്രം, ഒരു ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു നോക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മളിൽ പലരെയും കുറിച്ച് സുവിശേഷം ലജ്ജിക്കുന്നു. അയ്യോ, ഇവരാന്നല്ല എന്നെ അവതരിപ്പിക്കുന്നതെന്ന് നമ്മിൽ പലരെയും കുറിച്ച്, സ്തോത്രം, സുവിശേഷം ലജ്ജിക്കുന്നു. എബ്രായർ വായിക്കുമ്പോൾ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അയ്യോ, ദൈവത്തിന് യോഗ്യമല്ലാത്ത ജീവിതമുള്ള, വിശുദ്ധിയില്ലാത്ത ജീവിതമുള്ളവൻ എന്റെ ദൈവം എന്നൊക്കെ പറയാം. അയ്യോ, ദൈവത്തിന് ലജ്ജ തോന്നുക. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ പങ്കുവയ്ക്കലായി സുവിശേഷം പറയത്തക്കതുപോലെ വിശുദ്ധിയിലും മാതൃകപരമായും നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലായിരിക്കണം. സ്തോത്രം. അതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.